SKN തിരുവമ്പാടിയിൽ നിന്നുള്ള എഴുന്നള്ളത്ത് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മസമ്മടത്തിലേക്കുള്ള എഴുന്നള്ളത്താണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ റോഡിന്റെ ഇരുവശവും നിറപ്പറകളുമായി ഭഗവാനെ ഈ ഒരു നിവേദ്യമായി നൽകുന്നതിന് വേണ്ടി നിറപ്പറകൾ എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കും. റോഡിന്റെ ഇരുവശങ്ങളിലുമായി ഭക്തർ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഇതിനിടയിലൂടെ മൂന്നാനപ്പുറത്താണ് ഇപ്പോൾ തിരുവമ്പാടി ഭഗവതി എഴുന്നള്ളിക്കൊണ്ടിരിക്കുന്നത്. ഇനി ബ്രഹ്മസമ്മടത്തിലേക്ക് വളരെ കുറച്ചു ദൂരം മാത്രം. ബ്രഹ്മസമ്മടത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഏകദേശം ഒരു ഇറക്കി പൂജ ഉണ്ടായിരിക്കും. ഏകദേശം 1 മണിക്കൂറോളം ആ ഒരു ഇറക്കി പൂജ നടക്കും. അത് ദേവവിധി പ്രകാരമുള്ള ഇറക്കി പൂജയായിരിക്കും. അതിനുശേഷമായിരിക്കും പിന്നീട് അവിടുന്ന് അങ്ങോട്ടേക്ക് തിരുവമ്പാടി ചന്ദ്രശേഖരന്റെ ശിരസിലായിരിക്കും ഭഗവതി ശ്രീമൂലസ്ഥാനത്തേക്ക് എഴുന്നള്ളുക. അതിന് തൊട്ടു മുൻപാണ് മഠത്തിൽ വരവ് നടക്കുക. വിശ്വപ്രസിദ്ധമായിട്ടുള്ള മഠത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കുന്നത് ഈ ബ്രഹ്മസമ്മടത്തിന് തൊട്ട് അടുത്ത് നിന്നാണ്. അവിടെ നിന്നുള്ള അത് കോങ്ങാട് മധുവായിരിക്കും അതിന് പ്രാമാണിത്വം വഹിക്കുകയും ചെയ്യുക. അതിൽ ഒരു പൂരപ്രേമിയായിട്ടുള്ള ഏതൊരാളും മഠത്തിൽ വരവ് ഒന്ന് കേൾക്കുന്നതിന് വേണ്ടി കൊതിക്കും. അതുകൊണ്ട് തന്നെ എത്രയോ പേർ ഇപ്പോൾ തന്നെ അവിടെ എത്തി കാത്തിരിക്കുകയാണ് ആ മഠത്തിൽ വരവിന്റെ ആ ഒരു സമയത്തിനു വേണ്ടി. ഏകദേശം ഒരു 11:30 കൂടിയായിരിക്കും പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു പഞ്ചവാദ്യം നടക്കുക എന്നുള്ളത് അറിയാൻ സാധിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ആയിരങ്ങൾ അക്ഷമരായി കാത്തിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ബ്രഹ്മസമ്മടത്തിലേക്ക് ഇപ്പോൾ ഈ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഈ ഒരു എഴുന്നള്ളത്തം എത്തിച്ചേരും. ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ ഈ തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്ന് അങ്ങോട്ടേക്കുള്ള ഈ ഒരു എഴുന്നള്ളത്തിന്റെ ഭാഗമായി കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഇന്ന് ഇപ്പോൾ ഈ പഞ്ചവാദ്യത്തിന് ശേഷം അത് നായ്ക്കനാലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അത് മേളത്തിലേക്ക് മാറുകയാണ്. അതും എടുത്തു പറയണം. ഈ മേളത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് അത് ചേരമംഗലൂർ ശങ്കരൻകുട്ടിമാരായിരിക്കും അതിന്റെ പ്രാമാണിത്വം വഹിക്കുക. ആ മേളത്തോടു കൂടിയാണ് പിന്നെ തെക്കോട്ടിറക്കത്തിന്റെ ഒരു തുടക്കമുണ്ടാവുന്നത്. കുടമാറ്റത്തിലേക്കൊക്കെ തിരുവമ്പാടിയുടെ ടീം അവിടേക്ക് എത്തുന്നതിന് തൊട്ടു മുൻപുള്ള ഒരു പ്രധാനപ്പെട്ട മേളം എന്ന് പറയുന്നത് ഈ നായ്ക്കനാലിൽ നിന്ന് ശ്രീമൂലസ്ഥാനത്തേക്കുള്ള ആ ഒരു കൊട്ടായിരിക്കും, ആ ഒരു മേളമായിരിക്കും. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഇതാ ഇത്രയോ ആളുകൾ കാത്തിരിക്കുകയാണ്. ഒരു മത്സരിച്ചുള്ള ഒരു മേളം എന്ന് തന്നെ പറയാവുന്ന രീതിയിലേക്ക് അത് മാറുകയും ചെയ്യും. ഇപ്പോൾ ഇത് നടപ്പാണ്ടിയായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ തിരുവമ്പാടിയുടെ ഭാഗത്ത് നിന്ന് നടപ്പാണ്ടിയായിട്ടാണ് അത് ഈ നടന്നുകൊണ്ടുള്ള മേളം എന്നുള്ള ഒരു അർത്ഥത്തിൽ കൂടിയാണ്. ഒപ്പം തന്നെ ഈ ബ്രഹ്മസമ്മടത്തിലേക്ക് പോകുന്നത് പണ്ടത്തെ ചമയങ്ങളൊക്കെ ഈ തിരുവമ്പാടി ക്ഷേത്രത്തിന് കൊടുത്തിരുന്നത് ബ്രഹ്മസമ്മടത്തിൽ നിന്നായിരുന്നു. അവിടുത്തെ സ്വാമിയാരായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നൊരു ഉപാധി വെച്ചിരുന്നത് ഈ ഭഗവതിയുടെ എഴുന്നള്ളത്തുണ്ടാവുമ്പോൾ ഒന്ന് ബ്രഹ്മസമ്മടത്തിലെത്തി അവിടുത്തെ പൂജ കൈക്കൊള്ളണം എന്നുള്ളതായിരുന്നു. അവിടെ ഒരു ഇറക്കി പൂജ വേണം എന്നുള്ളതായിരുന്നു. അങ്ങനെ അത് തിരുവമ്പാടി അംഗീകരിക്കുകയും അങ്ങനെയാണ് ഈ ചടങ്ങിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. അതിമനോഹരമായി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു തൃശ്ശൂർ പൂരത്തിലെ തിരുവമ്പാടി വിഭാഗത്തിന്റെ ഈ എഴുന്നള്ളത്തം. SKN പൂരങ്ങളുടെ എഴുന്നള്ളത്താണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ തിരുവമ്പാടിയുടെ എഴുന്നള്ളത്താണ് പ്രേക്ഷകർ ദൃശ്യത്തിൽ കാണുന്നത്. ഒരുപക്ഷെ ഈ കടകപൂരങ്ങളെല്ലാം എത്തിച്ചേരുന്ന ബ്രഹ്മസമ്മടത്തിലാണ്. അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്ന ഇലഞ്ഞിത്തറ മേളത്തിൻ്റെ തുടക്കമാകും. ഈ മേളം കൊട്ടിക്കയറുന്ന ഇലഞ്ഞിത്തറ മേളം കൊട്ടിക്കയറുന്ന കാണാൻ ആയിരക്കണക്കിന് പൂരപ്രേമികൾ ഇപ്പോൾ തന്നെ പൂരപ്പറമ്പിലുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇപ്പോൾ മറ്റ് അല്പനിമിഷങ്ങൾക്കകം ശ്രീകാന്ത് അല്ലെങ്കിൽ സുർജിത്ത് അയ്യപ്പത്ത് നമുക്കൊപ്പം ചേരും. ആയിരക്കണക്കിന് ആളുകൾ പൂരാവേശം, ഒരുപക്ഷെ ഈ ഒരു ജനസാഗരം എന്ന് വേണമെങ്കിൽ പറയാം.